പ്രമാദമായ പാലത്തായി പീഡനക്കേസിൽ ബി.ജെ.പി. നേതാവ് അധ്യാപകൻ കുറ്റക്കാരനെന്ന് കോടതി. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ബലാത്സംഗം, പോക്സോയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതി പത്മരാജൻ കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. ബി.ജെ.പി. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അധ്യാപകനായ കെ പത്മരാജൻ അതേ സ്കൂളിലെ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത്. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ 3 തവണ അധ്യാപകൻ സ്കൂളിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. രക്ഷിതാവാകേണ്ട അധ്യാപകനിൽ നിന്നും നേരിട്ട ദുരനുഭവം കുറ്റത്തിന്റെ കാഠിന്യം കൂട്ടുന്നതായി കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് ഏറ്റവും കൂടിയ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PM ബാസുരി പറഞ്ഞു. ശിശുദിനമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല, അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ കൂടെ നിയമവും ജുഡീഷ്യറിയും അവരുടെ കൂടെയുണ്ട് എന്നും അവരുടെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു വിധിയോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. ഈ കേസിൽ വിക്ടിമാണ് വെറും ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. പോലീസിന്റെ അന്വേഷണ മികവും പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിൽ നിർണായകമായതായി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ ചൂണ്ടിക്കാട്ടി. രത്നകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിന് എനിക്ക് തോന്നുന്നത് ആ കുറ്റപത്രം കൊടുത്ത രത്നകുമാറിനും ടീമിനും പ്രോസിക്യൂഷന്റെ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കേസന്വേഷണം ദുർബലമാണെന്ന ആരോപണം ഉയർത്തി പാലത്തായി കേസിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചരണം ചില വർഗീയ സംഘടനകൾ നടത്തിയിരുന്നു. അത്തരം പ്രചരണങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് കോടതി വിധി. കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനം കൂടിയായി ശിശുദിനത്തിൽ തലശ്ശേരി പോക്സോ കോടതിയിൽ നിന്നുണ്ടായ വിധി. കൈരളി ന്യൂസ്, കണ്ണൂർ.